നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കല്യാണം കൂടാൻ വന്നവർക്ക് മകന്റെ കല്യാണവും കഴിച്ചു കൊടുക്കാൻ പറ്റില്ല. മകന്റെ ഒരു പെണ്ണിനോടുള്ള പരാക്രമമെങ്കിലും അച്ഛൻ കണ്ടൊന്ന് ആശ്വസിക്കട്ടെ. എന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. Stop it! താലിയേട്ടാൻ വരട്ടെ. ഒരു കൊലപാതക കുറ്റത്തിന്റെ പേരിൽ വിഷ്ണുവിനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവുക. കൊലപാതകോ? അതെ, ആസൂത്രിതമായൊരു മർഡർ. അത് ചെയ്യിച്ചത് നീയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ആരെ കൊന്നെന്നാ നിങ്ങൾ ഈ പറയുന്നേ? അത് ആരെയാണെന്ന് അറിഞ്ഞാലേ നീ ഇവിടുന്ന് അനങ്ങത്തുള്ളൂ, അല്ലടാ? മിസ്റ്റർ ACP, മേഡം, ആരെയാണ് കൊന്നതെന്ന് അറിയാനുള്ള അവകാശം പ്രതിയാക്കപ്പെടുന്ന ആൾക്കുണ്ട്. ഇനി അതും ACPയുടെ രഹസ്യ നിയമാവലിയിൽ പറഞ്ഞിട്ടില്ലെന്നുണ്ടോ? മരണപ്പെട്ടത് കാർത്തിക. അയ്യോ, എന്റെ മോളോ? രാജേട്ടാ, നമ്മുടെ മോള്, അവള് നമ്മളിപ്പോ കണ്ടതല്ലേ ഉള്ളൂ. അയ്യോ, നമുക്ക് നോക്കാം. നെട്ടൂർ പാലത്തിന് താഴെ കാറിൽ കണ്ട കത്തിക്കരിഞ്ഞ ബോഡി കാർത്തികയുടേതാണോ അല്ലയോ എന്ന് പരിശോധിച്ചു വരിക. എന്തായാലും അത് ചെയ്തവരെ വിഷ്ണു പറഞ്ഞിട്ടാ ചെയ്തതെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഇല്ല ചന്ദ്രബോസ്, ഇത് ചതിയാ. എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയ ചതിയാ. മിസ്റ്റർ ACP, മേഡം, പല രീതിയിലും ഉള്ളിലുള്ള വൈരാഗ്യം കാണിക്കാം. പക്ഷെ ഇതിത്തിരി കടന്ന കൈയായിപ്പോയി. ഈ അറസ്റ്റ് ഇന്ന് നടക്കില്ല. വാറണ്ടുണ്ട് മേഡം, അറസ്റ്റ് ചെയ്തോ. സ്റ്റോപ്പ് ഇറ്റ്. കാർത്തിക അല്പം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവളുടെ അച്ഛനും അമ്മയാ ഇപ്പൊ പറഞ്ഞത്. പിന്നെ അവളെ കാറിനകത്തിട്ട് കത്തിച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞ ഞങ്ങള് വിശ്വസിക്കണോ? എങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് വരണം മേഡം, കൊണ്ടുവന്ന് കാണിക്കണം. എനിക്ക് അങ്ങനെ കള്ളം പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ല. ആ പറഞ്ഞത് ന്യായമായി ACP സാറേ. അല്ല, ഞങ്ങൾക്കും ആ കാര്യത്തിൽ ഒരു ബോധ്യം വരണമല്ലോ. വിളിച്ചോണ്ട് വാ, കൊണ്ടുവന്ന് കാണിച്ചു തരണം മേഡം. കാർത്തിക എന്ന പെൺകുട്ടി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോന്ന് ഒന്ന് കാണിച്ചു തരണം. ശ്യാമേ, പോയി കാർത്തികയെ വിളിച്ചോണ്ട് വാ. ശരി കുഞ്ഞേച്ചി. കാർത്തികേ, കാർത്തികേ, ശ്യാമ എന്താ വരാൻ താമസിക്കുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
എവിടെ മേഡം? വിളിക്കാൻ പോയ അനിയത്തി കാണുന്നില്ലല്ലോ. ശ്യാമേ, കാർത്തിക എവിടെ? കാർത്തിക എവിടെങ്ങും കാണാനില്ല കുഞ്ഞേച്ചി. അയ്യോ, കാണാനില്ലെന്നോ? എങ്ങനെ കാണും? ചാക്കിൽ കെട്ടി കടലിൽ താഴ്ത്താൻ കൊടുത്തുവിട്ട കാർത്തികയെ എളുപ്പ വഴിയിൽ പാലത്തിന്റെ അവിടെ ഇട്ട് കത്തിക്കാൻ നോക്കിയതാണ്. എടാ, നീ ഏൽപ്പിച്ച ഗുണ്ടകൾക്ക് പറ്റിയ ആദ്യത്തെ പിഴവ്. എടാ, ആ പിഴവ ഇപ്പോ നിന്റെ കൈ വിലങ്ങാട്ട് മാറാൻ പോകുന്നത്. ചന്ദ്രബോസേ, വേണ്ടാതിനും പറയരുത്. ഞാൻ കാർത്തിയെ കൊല്ലം ഗുണ്ടകളെ ഏർപ്പാടാക്കിന്നോ? അതേടാ, അതിന്റെ ഉത്തരം സിമ്പിൾ അല്ലേടാ. ശാലിനി വേടോട്ട് ഒന്നിക്കാൻ വേണ്ടി കാർത്തികയെ ഒഴിവാക്കണം. പല രീതിയിൽ നീ പറഞ്ഞു നോക്കി, പല ശ്രമങ്ങളും നടത്തി നോക്കി. വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോ അറ്റ കൈ പ്രയോഗം എന്ന നിലയിൽ കൊല്ലാനുള്ള കൊട്ടേഷനും കൊടുത്തു. ഇനി നീ ഒറ്റയ്ക്കാണോ അതോ കൂട്ടുപ്രതികൾ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലേ എനിക്കൊന്ന് പറയിപ്പിക്കാൻ പറ്റൂ. കൂട്ടുപ്രതികളുണ്ടെന്ന് തന്നെ എന്റെ സംശയം. കാർത്തികയെ ഒഴിവാക്കാനായി ആരൊക്കെ ഓടി നടന്നോ അവരൊക്കെ സംശയത്തിന്റെ നിഴലിലടാ. ഇനി എന്തെങ്കിലും പറയണ്ടോ? അല്ല സാറേ, കുറെ നേരമായിട്ട് സാർ കൊന്നാ പറയുന്നതേ. എന്റെ മോനാ കൊന്നതെന്നേ നിങ്ങൾക്കൊരു കവലച്ചട്ടമേ പറഞ്ഞ അറിവല്ലേ ഉള്ളൂ. അല്ലാതെ മറ്റെന്തെങ്കിലും തെളിവ് സാറിന് കാണിക്കാൻ പറ്റുമോ? എടോ, ഫോണൊന്നും എടുക്കേ. കല്യാണം കൂടാൻ വന്നവർക്ക് മകന്റെ കല്യാണവും കഴിച്ചു കൊടുക്കാൻ പറ്റിയില്ല. മകന്റെ ഒരു പെണ്ണിനോടുള്ള പരാക്രമമെങ്കിലും അച്ഛൻ കണ്ടൊന്ന് ആശ്വസിക്കട്ടെ. എന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അതാ കൊടുക്കണോ? വിഷ്ണുട്ട, എന്താ ഇതൊക്കെ? അത് ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ. ഇനിയുണ്ട് മറ്റൊരു തെളിവും കൂടി. ഈ വീഡിയോയില് വിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്ന കത്തി. എടുത്ത് കാണിച്ചു കൊടുക്കണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.